നിലമ്പൂരിൽ കുഴഞ്ഞു വീണ ഒരു സ്ത്രീയെയും കുടുംബത്തെയും പുഴയ്ക്കിക്കരെ എത്തിച്ച അഗ്നിരക്ഷാസേന. വാണിയമ്പുഴയ്ക്ക് കുറുകെ പാലമില്ലാത്തതാണ് പ്രതിസന്ധിയായത്. നമുക്ക് ആദ്യം ആ ദൃശ്യം ഒന്ന് കാണിക്കാൻ രക്ഷപ്പെടുന്നുണ്ട്. മലപ്പുറത്ത് നിന്ന് സമീർ ബിൻ കരീം വിവരങ്ങളുമായി ചേർന്നു. സമീർ, എന്താണ് സംഭവിച്ചത്? ഈ കുടുംബത്തെ പുഴ കടത്താനുള്ള തീരുമാനമെടുക്കാൻ കാരണം എന്തായിരുന്നു? ഇന്നലെ രാത്രിയിലാണ് ഈ സാഹസികമായ രക്ഷാപ്രവർത്തനം നടന്നിരിക്കുന്നത്. നിലമ്പൂർ മുണ്ടേരി ആദിവാസി നഗറിലെ സീത ഇന്നലെ രാത്രി 9 മണിയോട് കൂടെയാണ് കുഴഞ്ഞു വീട് അവശനിലയിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതിന് പിന്നാലെ ഈ തഹസിൽദാർ ഈ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയായിരുന്നു. കാരണം ഈ പുഴയ്ക്ക് കുറുകെ പാലമില്ല, അതുകൊണ്ട് തന്നെ വാഹനം എത്താനുള്ള ഒരു സാഹചര്യവും ഇല്ല എന്നുള്ളതാണ് പ്രതിസന്ധിയായി മാറിയത്. അതിന് പിന്നാലെ നിലമ്പൂർ തിരുവാലി ഫയർ യൂണിറ്റിലെ ഫയർഫോഴ്സിന്റെ 2 സംഘങ്ങൾ ഈ പുഴയുടെ അടുത്തേക്ക് എത്തുകയായിരുന്നു. ഈ ഫയർഫോഴ്സിന്റെ റബ്ബർ ടെങ്കിയും അതോടൊപ്പം തന്നെ അവരുടെ ബോട്ടും ഉപയോഗിച്ച് ഈ കുത്തിയൊലിച്ചു വരുന്ന പുഴയ്ക്ക് കുറുകെ ഈ കുടുംബത്തെയും അതോടൊപ്പം തന്നെ ഈ സീതയെയും 2 കുട്ടികളെയും മാതാവിനെയും ഭർത്താവിനെയും രക്ഷപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശക്തമായ മഴയും അതോടൊപ്പം തന്നെ ഈ വെളിച്ചമില്ലായ്മയും ഒക്കെ തന്നെ രക്ഷാപ്രവർത്തനത്തിന് വലിയ പ്രതിസന്ധിയായെങ്കിലും ഫയർഫോഴ്സിന്റെ അതിസാഹസികമായ രക്ഷാപ്രവർത്തനം ഈ കുടുംബത്തെ തിരികെ ജീവിതത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. ഉടൻ തന്നെ ഈ കുടുംബത്തെ പുഴയ്ക്ക് ഇക്കരെ എത്തിച്ച് ആശുപത്രിയിൽ എത്തിച്ച് അവർക്ക് പ്രാഥമികമായ ചികിത്സ നൽകി അവരെ രക്ഷപ്പെടുത്തി എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. ഇന്നലെയൊക്കെ തന്നെ മലപ്പുറം ജില്ലയിലെ മലയോര മേഖലയിൽ ശക്തമായ മഴ രാത്രിയിലും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വാണിയമ്പുഴ വളരെ കുത്തൊഴുകി വരുന്ന വലിയ രീതിയിലുള്ള കുത്തൊഴുക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ആശങ്കയോട് കൂടിയുള്ള രക്ഷാപ്രവർത്തനമാണ് ഇന്നലെ നടന്നത്. താങ്ക് യു സമീർ ബിൻ കരീം.